സേവനം നടത്തുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാണ് കടന്നു വരുന്നത്. നിങ്ങൾ ഒരുത്തരെ ഇവിടെ കൊടുന്ന് പ്രതിഷ്ഠിച്ചല്ലോ. തൃശ്ശൂരുകാരൻ ഹംസ എന്ന് പറയുന്ന ഒരുത്തൻ, അവനെവിടെ? അവന്റെ കൂട്ടാളികളായ കെ.ടി. ജലീൽ എവിടെ? കണ്ടവരുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഞങ്ങൾ കണ്ടിട്ടില്ല. പോയിരുന്നു ഞങ്ങൾ കാവുംപുറത്ത് കാണാൻ, അവിടെയെങ്കിലും കണ്ടില്ല കെ.ടി. ജലീലിനെ. നിങ്ങൾ ആരെങ്കിലും കണ്ടവരുണ്ടോ? എവിടെയെങ്കിലും ഒരു ഫേസ്ബുക്ക് വാൾപേപ്പറിൽ എന്തെങ്കിലും എഴുതിവിട്ടത് കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണില്ല. കാരണം അവർക്ക് വേണ്ടത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയായിരുന്നു. പഠിച്ചിട്ടില്ല ഇതുവരെ ഈ പ്രസ്ഥാനം എന്താണെന്നും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം എന്താണെന്നും. നാളുകളായി പാവപ്പെട്ട ജനങ്ങൾക്ക് സേവനം ചെയ്തു വരുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഈ പൊന്നാനിയുടെ മണ്ണിൽ കുടിച്ചുകൂടാമെന്ന വ്യാമോഹമായി ഇറങ്ങിത്തിരിച്ച കെ.ടി. ജലീലുമാർക്കും അഭിനവ ഫാസിസ്റ്റുകൾക്കും തക്കതായ മറുപടി നൽകിക്കൊണ്ട് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഡോക്ടർ എം.പി. അബ്ദുസ്സമദ് സർദാനിക്ക് റെക്കോർഡ് ഭൂരിപക്ഷം സമ്മാനിച്ച നല്ലവരായ വോട്ടർമാർക്ക് 1000 നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് യു.ഡി.എഫിന്റെ കർമ്മധീരരായ പ്രവർത്തകർ കടന്നു വരികയാണ്. ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി ആശീർവദിക്കുക, പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കുക, അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. ഈ വരുന്നത് ഇന്നലത്തെ മഴയിൽ മുളച്ച തവറുകളല്ല. പതിറ്റാണ്ടുകളായി ഈ ഭാരതത്തിന്റെ മണ്ണിൽ രാഷ്ട്രീയ സാമൂഹിക സേവനം നടത്തുന്ന പ്രസ്ഥാനമാണ് കടന്നു വരുന്നത്. ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാണ് കടന്നു വരുന്നത്. നാസിക ഡോളിന്റെ അകമ്പടിയോടുകൂടെ 70,000-ൽ പരം വരുന്ന DJ സിസ്റ്റത്തിന്റെ അകമ്പടിയോടുകൂടെ ആകാശനീലിമയിൽ വിസ്മയം തീർക്കുന്ന കരിമരുന്നിന്റെ അകമ്പടിയോടുകൂടെ പ്രിയപ്പെട്ട പ്രവർത്തകർ UDF സിന്ദാബാദ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. വളർത്തി വലുതാക്കിയ പാർട്ടിയെ വഞ്ചിച്ച് അധികാരത്തിന്റെ ഹന്തതയിൽ പിടിച്ചു തൂങ്ങാൻ പിണറായി വിജയന്റെ വാലിൽ കടിച്ചു തൂങ്ങി കെ.ടി. ജലീൽ എന്ന പൊട്ടന്റെ വാക്കും കേട്ട് സമസ്തയെയും ലീഗിനെയും തമ്മിൽ തള്ളിച്ച് പിൻവാതിലിലൂടെ അധികാരം കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് വ്യാമോദിച്ച് പൊന്നാനി മണ്ഡലത്തിന്റെ ഗ്രാമാന്തരങ്ങളിലൂടെ ഒരു കൽവി അധികാരം കൈപ്പിടിയിൽ ഒതുക്കാമെന്ന വ്യാമോഹവുമായി കയറിപ്പറ്റിയ ഹംസ ഒരു കാര്യമേൽക്കണം. ഇത് ഐക്യജനാധിപത്യ മുന്നണിയുടെ മണ്ണാണ്. ഇത് പാർട്ടി മുസ്ലിം ലീഗാണ്. സമസ്തയുടെ മഹാരഥന്മാർ നട്ടുവളർത്തിയ പ്രസ്ഥാനമാണ്. മുസ്ലിം ലീഗിന്റെ മഹാവേദികളിൽ നിന്ന് കലങ്ങിയ കല്ലുമായി നാട്ടിലേക്ക് കൈകളുയർത്തി ഈ സംഘശക്തിയെ തകർക്കല്ല നാഥാവിന്റെ മനമിളകി പ്രാർത്ഥിച്ച മഹാനായ സൂഫിവര്യൻ ചാപ്പലങ്ങാടി ബാപ്പ മുസ്ലിയാരുടെ പ്രാർത്ഥനയിൽ തളിവിട്ട പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇന്ത്യയുടെ ഉരുക്കുവനിത ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെയും